ഹലോ. ഇന്നാണെങ്കിൽ രാവിലെ തൊട്ട് പനി പിടിച്ച് അനങ്ങാൻ വയ്യാതെ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു. വൈകുന്നേരം അങ്ങനെ കിടന്നാൽ ശരിയാകത്തില്ലെന്ന് വിചാരിച്ചു നേരെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്തോണ്ട് തെലുവിന് കയ്യിലിരുന്ന് സൺലൈറ്റ് അടിക്കുന്ന ഈ ഷോർട്സ്, പിന്നെ ഷോർട്സ് എന്നാണെന്ന് പറയുന്നത് അറിയില്ല, അത് ഡാമേജ് ആയി. അത് ചെയ്തു പുതിയത് വാങ്ങണം. അങ്ങനെ അവർ നമ്പറൊക്കെ ചെക്ക് ചെയ്ത് എന്നോട് പറഞ്ഞു മാം പോയി സാധനമൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പോയി അതേ മോഡലിൽ അത് തന്നെ പോയി എടുത്തിട്ട് ഒരു ചോക്ലേറ്റ് എടുത്ത് അത് മില്ലി ചെയ്തിട്ട് നേരെ വെളിയിലോട്ട് വന്നു. വെളിയിലോട്ട് നടന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതിന്റെ സൈഡിലായിട്ട് ഡെക്കാത്തലിന്റെ സൈഡിലായിട്ട് കുറെ കുട്ടികൾ സ്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരെ നോക്കി കുറെ നേരം ഇരുന്നു. ഇവരെങ്ങനെയാ സ്കേറ്റ് ചെയ്യുന്നത്, ഇവരെ പഠിപ്പിക്കാൻ കുറെ പേരുണ്ട്. അതിന്റെ ഇടയ്ക്ക് പേരൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇവിടെ ഫീ അടച്ചിട്ട് എല്ലാ ദിവസവും വന്ന് പഠിക്കുന്നതാണോ, ഈവനിങ് വന്ന് പഠിക്കുകയാണോ എന്നറിയില്ല. അത് ഞാൻ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് കുറെ നേരം ഒരു 10-20 മിനിറ്റ് നിന്ന് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് കോള് വന്നു, എടി വാ തിരിച്ച് നമുക്ക് പമ്പിൽ പോയിട്ട് ഗ്യാസും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാം, പുറത്തുനിന്ന് ഇനിയും കഴിക്കാൻ പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞ് അവളെ വിളിച്ചു. അങ്ങനെ നേരെ അവളെയും കൂട്ടി പമ്പിൽ പോകാൻ വേണ്ടി വരുന്ന കോലമാണിത്. തലയിൽ ബുഷൊന്നും കെട്ടിയിട്ടില്ല, മറന്നുപോയി. സ്മാർട്ട് ബസാറിൽ വന്നു. സ്മാർട്ട് ബസാറിൽ വന്നിട്ട് അവിടെ ഇവിടെ എല്ലാം നോക്കി, ട്രോളി ഒന്നും കിട്ടിയില്ല. അവിടുത്തെ സ്റ്റാഫ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രോളിക്ക് വേണ്ടി നടക്കുമായിരുന്നു. പിന്നെ ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ച് ഒരു ട്രോളിയൊക്കെ എടുത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കയറി. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്യാവശ്യം ടൈം പോയിരുന്നു. 10 മണി കഴിഞ്ഞാൽ സ്മാർട്ട് ബസാർ ക്ലോസ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മള് ഫുഡും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ നമ്മള് ഷോപ്പിലോട്ട് വന്നത് പട്ടാട്ടിപ്പാലത്തിന്റെ അവിടെ ഉള്ള ഒരു ഷോപ്പാണ്. മണ്ടക്കട മെട്രോ പോവോ എന്ന് വിചാരിച്ചു നിന്നു. പക്ഷെ പോയില്ല. എന്റെ ഭാഗ്യക്കേട്. ഞാൻ അവളുടെ പരിപാടി ഏതൊരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ പിന്നെ അവള് ഫോൺ മാനിക്കാണ്. അവളിങ്ങനെ റീല് സ്ക്രോൾ ചെയ്ത് ഇരുന്ന് ഓർഡർ ചെയ്ത സാധനം വന്നു. അപ്പൊ ഓർഡർ ചെയ്തതിന്റെ കൂട്ടത്തിൽ കോഫി ഉണ്ടായിരുന്നു. അത് സോസ് വെച്ച് താഴെ വീണു. പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡ് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.